നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രത്യേക വിഷയമാണ്: ആഫ്രിക്കൻ മനുഷ്യാവകാശ സംവിധാനം. കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നാം, പക്ഷേ ഇതൊരു ഭൂഖണ്ഡം മുഴുവൻ നീതി ഉറപ്പാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംരക്ഷണ കവചമാണ്. അപ്പോൾ ഒരു ചോദ്യം വരാല്ലേ, ഇത്രയധികം രാജ്യങ്ങളും സംസ്കാരങ്ങളും പ്രശ്നങ്ങളുമൊക്കെയുള്ള ഒരു ഭൂഖണ്ഡം അവർക്കെങ്ങനെയാണ് സ്വന്തമായി ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടാക്കാൻ പറ്റുന്നത്? ഈ ഒരു ചോദ്യത്തിനാണ് നമ്മളിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോ ഈ സംവിധാനം എവിടുന്ന് വന്നു, അതിന്റെ തുടക്കം എവിടെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചു പുറകോട്ട് ചരിത്രത്തിലേക്ക് തന്നെ പോകണം. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത് വലിയ പ്രതീക്ഷകൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ വെല്ലുവിളികളായിരുന്നു. ആ വെല്ലുവിളികൾ അത്ര നിസ്സാരമായിരുന്നില്ല. ഒന്നാലോചിച്ചു നോക്കൂ. കൊളോണിയൽ ഭരണത്തിന്റെ മുറിവുകള്, ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന്റെ ക്രൂരത, പിന്നെ പട്ടാള ഭരണം, തീരാത്ത വംശീയ കലാപങ്ങൾ, കൂടെ കൊടിയ ദാരിദ്ര്യവും. അപ്പോൾ പുതിയൊരു സിസ്റ്റം വേണമെന്നുള്ളത് ഒരു വെറും ആശയം മാത്രമായിരുന്നില്ല, അതൊരു അടിയന്തര ആവശ്യമായി മാറുകയായിരുന്നു. അപ്പോ ആഫ്രിക്കയുടെ പ്രശ്നങ്ങൾ എത്രത്തോളം വലുതായിരുന്നോ അത്രയും തന്നെ വ്യത്യസ്തമായിരുന്നു അവർ കണ്ടെത്തിയ പരിഹാരവും. അങ്ങനെയാണ് ആഫ്രിക്കൻ ചാർട്ടർ ഓൺ ഹ്യൂമൻ ആൻഡ് പീപ്പിൾസ് റൈറ്റ്സ് നിലവിൽ വരുന്നത്. ഇതിനെ ബെൻഷ്വൽ ചാർട്ടർ എന്നും പറയാറുണ്ട്. ആ പേരോർത്തുവെച്ചോളൂ. പക്ഷേ ഈയൊരു സംരക്ഷണ കവചം ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നല്ല കേട്ടോ. 1981 ചാർട്ടർ അംഗീകരിച്ചു, പക്ഷേ അത് നിയമമാകാൻ പിന്നെയും 5 വർഷമെടുത്തു. അടുത്ത വർഷം കമ്മീഷൻ വന്നു. പക്ഷെ ശരിക്കുമുള്ള പല്ലും നഖവുമുള്ള ഒരു നിയമപരമായ അധികാരം കൊടുക്കുന്നൊരു കോടതി വരാൻ 2004 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇത് കാണിക്കുന്നതെന്താണെന്ന് വെച്ചാൽ, ഒരു ഭൂഖണ്ഡത്തിനു വേണ്ടി ഇത്രയും വലിയൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അവരെത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു, എത്ര ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തിച്ചത് എന്നതാണ്. ഏതു വലിയ ആശയങ്ങൾക്ക് പിന്നിലും ചില മനുഷ്യരുണ്ടാകുമല്ലോ. അതുപോലെ ഈ ചാർട്ടറിന് പിന്നിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു സെനഗലിൽ നിന്നുള്ള കെ എംബായെ. അദ്ദേഹം ഒരു വലിയ നിയമജ്ഞനായിരുന്നു. ആഫ്രിക്കൻ സംസ്കാരത്തിലും മൂല്യങ്ങളിലും അടിയുറച്ചുകൊണ്ട് ഈ ചാർട്ടറിന്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അപ്പോ എന്താണ് ഈ ചാർട്ടറിനെ ഇത്രയധികം സ്പെഷ്യലാക്കുന്നത്? അത് അവകാശങ്ങളെക്കുറിച്ചുള്ള അതിന്റെ കാഴ്ചപ്പാടാണ്. സാധാരണ നമ്മൾ കേൾക്കുന്ന സംസാര സ്വാതന്ത്ര്യം, ന്യായമായ വിചാരണ പോലുള്ള വ്യക്തിഗത അവകാശങ്ങൾ മാത്രമല്ല ഇതിലുള്ളത്. അതിനപ്പുറം ജനങ്ങളുടെ അവകാശങ്ങൾ എന്നൊരു വിപ്ലവകരമായ ആശയം ഇത് മുന്നോട്ട് വെച്ചു. അതായത് വികസനം, പ്രകൃതി വിഭവങ്ങൾ, നല്ലൊരു പരിസ്ഥിതി, ഇതൊക്കെ ഒരു സമൂഹത്തിന് മൊത്തത്തിൽ അവകാശപ്പെട്ടതാണ്. ഇത് വെറുമൊരു ചെറിയ മാറ്റമായിരുന്നില്ല, മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ തന്നെ ഒരു പുതിയ വഴിത്തിരിവായിരുന്നു അത്. ഇനി വേറൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വ്യക്തിഗത കടമകൾ എന്ന ആശയമാണ്. ആഫ്രിക്കൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. അതായത് നിങ്ങൾക്ക് അവകാശങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ചില ഉത്തരവാദിത്തങ്ങളുമുണ്ട്, നിങ്ങളുടെ കുടുംബത്തോടും സമൂഹത്തോടും രാജ്യത്തോടും. അപ്പൊ കാര്യം സിമ്പിളാ, കൊടുക്കൽ വാങ്ങൽ പോലെ ഇതൊരു 2-വേ സ്ട്രീറ്റാണ്. ഓക്കെ, അപ്പോ ഈ നല്ല ആശയങ്ങളൊക്കെ പേപ്പറിലുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും, അല്ലേ? അവിടെയാണ് ഈ അവകാശങ്ങളെ സംരക്ഷിക്കാനുള്ള ടൂൾസ്, അതായത് ഇതിന്റെ പ്രധാന സ്ഥാപനങ്ങൾ രംഗത്തേക്ക് വരുന്നത്. ആദ്യം നമുക്ക് കമ്മീഷനെ പറ്റി സംസാരിക്കാം. ഇത് ഗാംബിയയിലെ ബെഞ്ചുളിലാണ്. ഈ സിസ്റ്റത്തിന്റെ ഒരു വാച്ച് ഡോഗ്, ഒരു കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഭൂഖണ്ഡം മുഴുവൻ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിരിക്കുന്ന ഒരു സ്ഥാപനം. അപ്പോ ഈ കമ്മീഷന്റെ പണി എന്തൊക്കെയാണ്? പലതുണ്ട്. 1. മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കും. 2. സാധാരണക്കാർക്കും NGOകൾക്കും ഗവൺമെന്റിനെതിരെ പരാതി കൊടുക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. പിന്നെ സർക്കാരുകൾക്ക് ഉപദേശം കൊടുക്കും, അവകാശങ്ങളെപ്പറ്റി ജനങ്ങളെ പഠിപ്പിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഒരേ സമയം ഒരു നിരീക്ഷകനും മീഡിയേറ്ററും ഉപദേശകനുമൊക്കെയാണ് ഈ കമ്മീഷൻ. ഇനി വരുന്നത് ഇതിന്റെ പവർ ഹൗസാണ്: ടാൻസാനിയയിലെ അരുഷയിലുള്ള ആഫ്രിക്കൻ കോടതി. ഇതാണ് ഈ സിസ്റ്റത്തിന്റെ ശരിക്കുള്ള ജഡ്ജ്. കമ്മീഷനിൽ നിന്ന് കോടതിക്കുള്ള പ്രധാന വ്യത്യാസം അതിന്റെ അധികാരമാണ്. കോടതിയുടെ വിധികൾക്കും നിയമസാധുതയുണ്ട്. അതായത് രാജ്യങ്ങൾ അത് അനുസരിച്ചേ പറ്റൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഓർഡറിടാം, രാജ്യങ്ങളെ നിയമപരമായി തന്നെ ഉത്തരവാദികളാക്കാം. ചുരുക്കത്തിൽ ഈ സിസ്റ്റത്തിന് ശരിക്കുള്ളൊരു പവർ കൊടുക്കുന്നത് ഈ കോർട്ടാണ്. ശരി, അപ്പൊ നമുക്ക് നിയമങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് ശരിക്കും ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലേ? നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ അതിന്റെ യഥാർത്ഥ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് നോക്കാം. അതിന്റെ വ്യാപ്തി നോക്കിയാൽ തന്നെ നമുക്കതിന്റെ വിജയം മനസ്സിലാവും. 54 ആഫ്രിക്കൻ യൂണിയനിലെ 54 രാജ്യങ്ങളും ഈ ചാർട്ടർ അംഗീകരിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ,
ഒരു ഭൂഖണ്ഡം മുഴുവൻ ഒരൊറ്റ മനുഷ്യാവകാശ ഉടമ്പടിക്ക് കീഴിൽ ഒന്നിച്ചു നിൽക്കുന്നു. അത് തന്നെ എത്ര വലിയൊരു കാര്യമാണെന്ന്. ഇനി ഇതിന്റെ സംഭാവനകൾ നോക്കിയാലോ? അത് ഒരുപാടുണ്ട്. വർണ്ണവിവേചനത്തിനെതിരെ രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു, മാപുട്ടോ പ്രോട്ടോക്കോൾ വഴി സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്തി, തദ്ദേശീയരായ ആളുകൾക്ക് ഭൂമിക്കുമേലുള്ള അവകാശം സംരക്ഷിച്ചു, എൻജിഒകൾക്ക് പരാതി കൊടുക്കാൻ അവസരം നൽകി, സിവിൽ സൊസൈറ്റിയെ ശക്തമാക്കി, പിന്നെ കുട്ടികളെ പട്ടാളത്തിൽ ചേർക്കുന്നതും ശൈശവ വിവാഹവും തടയാൻ UN കൺവെൻഷനേക്കാൾ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ വെറും വാക്കുകളല്ല, യഥാർത്ഥ മാറ്റങ്ങളാണ്. ഇതെങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നതെന്നറിയാൻ നമുക്ക് കെനിയയിലെ ഓഗിയ കേസ് നോക്കാം. അതൊരു തദ്ദേശീയ സമൂഹമായിരുന്നു. അവരുടെ പാരമ്പരാഗത ഭൂമിയിന്മേലുള്ള അവകാശം കോടതി ഒരു ചരിത്രവിധിയിലൂടെ ഉറപ്പിച്ചുകൊടുത്തു. ഇതൊരു കേസ് ജയിച്ചത് മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ദുർബലരായ ആളുകളെപ്പോലും ഈ സിസ്റ്റം സംരക്ഷിക്കുമെന്നുള്ളൊരു വലിയ സന്ദേശം കൂടിയായിരുന്നു. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഏതൊരു സംവിധാനത്തെയും പോലെ ഇതും ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കിനി ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം. ഇതിന്റെ ശക്തി എന്തൊക്കെയാണ്, എന്നാൽ ഇന്നും നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് സത്യസന്ധമായി ഒന്ന് പരിശോധിക്കാം. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാല് അതൊരു സങ്കീർണമായ ചിത്രമാണ്. ഒരു വശത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള കമ്മീഷനും കോർട്ടും ഉണ്ട്. ഒരുപാട് പേരിതിലെ പങ്കാളികളാവുന്നുണ്ട്. മിക്ക രാജ്യങ്ങളും ഇത് അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ മറുവശത്ത് നോക്കിയാലോ, കോടതി വിധികൾ പലപ്പോഴും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. പല ഗവൺമെന്റുകളും ഇതിനെ എതിർക്കുന്നുണ്ട്. ഇപ്പോഴും തുടരുന്ന യുദ്ധങ്ങളും അസ്ഥിരതയും പണത്തിന്റെ കുറവുമൊക്കെ വലിയ വെല്ലുവിളികളാണ്. അപ്പോ പുരോഗതിയുണ്ട്, പക്ഷെ കൂടെ വലിയ പോരാട്ടങ്ങളുമുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് എത്തുകയാണ്. ഇത്രയും നല്ല ആശയങ്ങളൊക്കെയുണ്ട്, പക്ഷെ പലപ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് ആഫ്രിക്കയുടെ ഭാവിയെ ശരിക്കും സംരക്ഷിക്കാൻ കഴിയുമോ? ഇതിന് എളുപ്പത്തിലൊരു ഉത്തരമില്ല. പക്ഷേ ആഫ്രിക്ക എന്ന ഭൂഖണ്ഡത്തിന്റെ സംരക്ഷണ കവചം മുന്നോട്ട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ചോദ്യം ഒരുപക്ഷേ ഇത് തന്നെയായിരിക്കും.